ഇന്ന് നമുക്ക് നല്ലൊരു വഴുതനങ്ങ തീയൽ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാൻ 3 നല്ല മുഴുത്ത വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. എടുത്തിട്ട് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു മീഡിയം തീയിലിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കിയെടുക്കണം. ഈ തേങ്ങ വറുത്തെടുക്കുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല, എന്നാലോട്ട് നല്ല ബ്രൗൺ ആയി വരുകയും വേണം. ഇപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി ഒത്തിരി നേരം പാത്രത്തിൽ വെച്ചിരിക്കേണ്ട, നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ ചൂടും കൊണ്ട് ഇത് പെട്ടെന്ന് ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ വഴറ്റിയെടുക്കാം. അതിൽ തന്നെ പാൻ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അപ്പം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വഴുതനങ്ങ അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ വാളൻപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതാ നമ്മുടെ വഴുതനങ്ങ ഇപ്പോൾ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണമയമുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് വേറെ വെള്ളം അധികം ചേർക്കേണ്ടി വരില്ല. അരയ്ക്കുമ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.